ഒരു സർക്കാർ ജോലി കിട്ടിയാൽ എന്തു ചെയ്യും? ലീവ് എടുക്കുമെന്നാണോ? അങ്ങനെയൊന്നും ചിന്തിച്ചില്ലെങ്കിലും അതുവരെയുള്ള പൊതുപ്രവർത്തനമൊക്കെ നിർത്തി സ്വന്തം കാര്യം നോക്കി ജീവിക്കാനാണ് നമ്മൾ പലരും താല്പര്യപ്പെടുക. പക്ഷെ അങ്ങനെയല്ലാത്ത ഒരാളുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരാൾ. ഇടുക്കിയിലെ ഉൾഗ്രാമമായ കഞ്ഞിക്കുഴിയിൽ വിശാലമായ ഒരു മൈതാനമുണ്ട്. മലമുകളിലെ ഈ മൈതാനത്ത് അതിലും വിശാലമായ ഹൃദയമുള്ളവൻ കുഞ്ഞുങ്ങളെ പന്ത് കളിക്കാൻ പഠിപ്പിക്കുകയാണ്. കൈകൾ വേണ്ടാത്ത കാലിന്റെ കളിയാണ് ഫുട്ബോളെങ്കിലും കൈകളില്ലാത്ത കളിക്കാരുടെ കളി ആയിരുന്നില്ല ഒരിക്കലും അത്. ഫുട്ബോളിനോട് ഒരു കാലവും ഇഷ്ടം കൂടാൻ പാടില്ലെന്ന് ശരീരശാസ്ത്രത്തിലൂന്നി നാട്ടുവിശാരദന്മാർ നടത്തിയ ഉപദേശമൊന്നും അന്നത്തെ വികൃതി പയ്യൻ കൈക്കൊണ്ടില്ല. ശ്വാസം ഊതി നിറച്ച ഫുട്ബോളിന് പിന്നാലെയും ഒപ്പവും നടന്നൊടുവിൽ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അംഗീകരിച്ച കോച്ചായി ഉയർന്നു. അത്ലറ്റിക്സിലും മികവ് കാട്ടി. അതിനിടെയാണ് ഇടുക്കി ജില്ലാ കളക്ടറേറ്റിലെ റവന്യൂ വിഭാഗത്തിൽ ജോലി ലഭിച്ചത്. മെയ് അനങ്ങാതെ സുഖമായി ജീവിക്കാനുള്ള സർക്കാർ ജോലി ഉണ്ടായിട്ടും അതിരാവിലെയും വൈകുന്നേരവും കഞ്ഞിക്കുഴിയിലെ മൈതാനത്ത് വിയർപ്പൊഴുക്കുന്നത് ശരീരത്തിന്റെ വല്ലാത്ത ശേഷിക്കും തളർത്താൻ കഴിയാത്ത ഫുട്ബോൾ ആവേശം കൊണ്ടാണ്. കീഴടക്കാൻ കഴിയാത്ത വല്ലാത്ത ഫുട്ബോൾ പ്രണയം കൊണ്ടാണ്. ഞാൻ സ്പോർട്സ് കൂടെ കയറിയ ആളാണ്. ഞാൻ ഇന്ത്യൻ മാരത്തോണിലെ മെഡൽ മേടിച്ച സർക്കാർ എനിക്ക് ജോലി തന്നതാണ്. ഞാനൊരു സിവിൽ സർവീസിൻ്റെ ഒരു ഫുട്ബോൾ പ്ലെയറും കൂടെയാണ്. അത് ബന്ധപ്പെട്ട് നമ്മുടെ നാടിനൊരു ഗുണമായിക്കോട്ടെ. ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്നത് നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഗുണം ചെയ്യണം എന്നുള്ള രീതിയിലാണ് സർക്കാർ ജീവനക്കാർ ആയിത്തീരേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ നിലയിൽ നാടിന് വേണ്ടിയിട്ട് നാടിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു മോട്ടിവേഷൻ അവർക്ക് പ്രചോദനം നൽകിക്കൊണ്ട്, പ്രത്യേകിച്ചും എന്നെപ്പോലുള്ള ഒരു ഡിസേബിളായിട്ടുള്ള ഒരു കോച്ച് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൊടുക്കുന്നവരും ഒരു മോട്ടിവേഷൻ മറ്റുള്ള കോച്ചുമാർക്കും കുട്ടികൾക്കും വളരെയധികം മോട്ടിവേഷനാണ്. പരിമിതമായ സൗകര്യങ്ങളുള്ള ഏറെയും കർഷക തൊഴിലാളികളുടെ മക്കളായ നിർധനരായ 100ഓളം കുട്ടികൾ കളി പഠിക്കാൻ എത്തുന്നുണ്ട്. ഫുട്ബോൾ ഉൾപ്പെടെ പരിശീലന ആവശ്യത്തിനുള്ളവയെല്ലാം ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച തുക കൊണ്ടാണ് കുട്ടികൾക്ക് വാങ്ങി നൽകുന്നത്. പണ്ട് പഠിച്ചിറങ്ങിയ സ്കൂളും അവിടുത്തെ പഴയ സഹപാഠികളുമൊക്കെ ഈ ഉദ്യമത്തിന് മികച്ച ധനാകർഷണ യന്ത്രങ്ങളാകാറുണ്ടത്രേ. സ്കില്ല് പഠിക്കും, ഡ്രിബ്ലിംഗ് പഠിക്കും, ഇടയ്ക്കിടയ്ക്ക് അത്ലറ്റിക്സിൻ്റെ ഇതൊക്കെ പഠിക്കും. സൗജന്യ പരിശീലനം കുട്ടികളുടെ ഔദാര്യമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകൻ പ്രമോദിലുണ്ട്. കളി പഠിക്കാൻ ആഗ്രഹിക്കുക അവകാശമാണ്. കളി പഠിക്കാനുള്ള അവകാശത്തിന് ഒപ്പം നിൽക്കുക മാത്രമാണെന്ന ബോധ്യം. നല്ലതാണ് പ്രമോദ്.